നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, 3 സംഘടനാപരമായ തയ്യാറെടുപ്പ്. ഈ വിഷയം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ സഖാവ് കോടിയേരി വീൽ ചെയറിലാണ് ഫ്ലൈറ്റിൽ നിന്ന് വരുന്നത്. പത്രക്കാരും അത് കണ്ടിരുന്നില്ല, പഴയ മുഖമായിരുന്നില്ല, ആ പ്രസന്നതയുണ്ടായിരുന്നില്ല. പലപ്പോഴും ആ വീൽ ചെയറിൽ 3 ദിവസവും അദ്ദേഹം ഇരിക്കുമ്പോൾ നല്ലൊരു സമയം മയക്കത്തിലായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിണറായിയോട് പറഞ്ഞു, ഞാൻ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പത്രസമ്മേളനം നടത്തും. അപ്പോൾ പിണറായി ചോദിച്ചു, അത് വേറെ ആരും കൊണ്ടുകൾ നടത്തിച്ചാൽ പോയി, അല്ല ഞാൻ തന്നെ നടത്തും. കാരണം ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചർച്ച പൂർണ്ണമായും കേട്ടിട്ടുണ്ടോ എന്ന് സംശയമായിരുന്നു. കാരണം അത്രയും അവശനായി. അപ്പോൾ പിണറായി ഓഫീസ് സെക്രട്ടറി ബിജോട് വിളിച്ചു പറഞ്ഞു, ആ പത്രസമ്മേളനത്തിൽ AK ബാലനെയും കൂടി പങ്കെടുപ്പിക്കണം. അങ്ങനെ ഞാനും കൂടി പങ്കെടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, അതിമനോഹരമായി ഈ 3 ദിവസം നടന്ന ചർച്ചയുടെ രത്നചുരുക്കം ലളിതമായി, കൺവിൻസിംഗ് ആയി പത്രദൃശ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച രംഗം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ആ സമയത്ത് വിവാദമായൊരു പ്രശ്നമുണ്ടായിരുന്നു ജലീലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് അദ്ദേഹം ആ രൂപത്തിൽ മനസ്സിലാക്കിയേ ഇരുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പത്രവായനയും അത്ര ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ മറുപടിയും അത്ഭുതപ്പെടുത്തുന്നു. എൻ്റെ ഒരു സഹായവും അദ്ദേഹത്തിന് ആവശ്യമായി വന്നില്ല. എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ സഹായിക്കുക എന്ന രൂപത്തിലായിരുന്നു എന്നെ ചുമതല. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു. പത്രക്കാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകാം, ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, തിരിച്ചു പോകുമ്പോൾ വീൽ ചെയറിലാണ് ഇരുന്ന് പോകേണ്ടത്. അത് പത്രക്കാരെ കാണണ്ടായിരുന്നത് കൊണ്ടാണ് പത്രക്കാരെ ഒഴിവാക്കി അത് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കാറ് വരെ ഈ വീൽ ചെയറിൽ ഞാൻ തന്നെ ഉന്തി കൊണ്ടുപോയി. കാറിൽ കഴിഞ്ഞു. 2 പേരും കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോളോ ആശുപത്രിയിലേക്ക് പോകുന്നത്, നമ്മെ വിട്ടുപിരിയുന്നത്. കേരളം എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടത്, സ്വീകരിച്ചത്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന?